2014 ഒക്ടോബർ മാസം തമിഴ്നാട്ടിലെ ധർമ്മപുരി, അവിടെ പാലക്കോട് എന്ന സ്ഥലത്ത് 300 രൂപയ്ക്ക് പോൺ വീഡിയോസ് വിൽക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. 2014 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പോൺ വീഡിയോസ് ഒക്കെ CD-യിലാക്കി വിൽപ്പന ചെയ്യുക എന്ന് പറയുന്നത് പൊതുവെ പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. എന്നാൽ ഈ ധർമ്മപുരിയിൽ 300 രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന പോൺ വീഡിയോ CD-കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ CD-യിൽ അടങ്ങിയിട്ടുള്ള വീഡിയോസിലെല്ലാം തന്നെയുള്ളത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള 27 സ്ത്രീകളാണ്. അങ്ങനെ കംപ്ലൈന്റ് ലഭിച്ച ഉടനെ ആ ഭാഗത്തുള്ള പോലീസ് ഓഫീസേഴ്സ് വളരെ സീക്രട്ടായി ആ ഒരു CD പർച്ചേസ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കി. വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ 27 വീഡിയോസ് ഉണ്ടായിരുന്നു. 27 വീഡിയോസിലും സ്ത്രീകൾ മാറി മാറി വരുന്നുണ്ട്. എന്നാൽ അതിലുള്ള ആൺ, അതായത് പുരുഷൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണ്. ആരാണ് ആ വ്യക്തി എന്ന് പോലീസ് അന്വേഷിച്ച സമയത്ത് അയാളുടെ പേര് ശിവരാജ് ആണെന്ന് മനസ്സിലായി. മാത്രമല്ല അയാൾ ആ ഗ്രാമത്തിൽ തന്നെ ഒരു ഫിനാൻസ്, അതായത് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരാളാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന ശിവരാജും ആ വീഡിയോസിൽ അടങ്ങിയിട്ടുള്ള 27 വീട്ടമ്മമാരും തമ്മിൽ എന്താണ് ബന്ധം? ഈ വീഡിയോസ് ഇത്തരത്തിൽ കാസറ്റ് വഴി വിൽപ്പന നടത്താനുള്ള കാരണം എന്താണ്? 2014 തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നടന്ന 27 സ്ത്രീകളുടെ കുടുംബജീവിതം നശിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ധർമ്മപുരിയിലെ പാലക്കോട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണമ്മ എന്ന സ്ത്രീയുടെ മകനാണ് ശിവരാജ്. 2014 ശിവരാജിന് 42 വയസ്സുണ്ട്. ഈ ശിവരാജിന് ധർമ്മപുരിയിൽ ധർമ്മരാജ് എന്നൊരു വിളിപ്പേരുണ്ട്. ധർമ്മരാജിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അയാൾ ലത എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. 8 വർഷം മാത്രമാണ് അവരുടെ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യുകയായിരുന്നു. ലതയെ ഡിവോഴ്സ് ചെയ്ത ശേഷം അനുരാധ എന്ന പേരുള്ള ഒരു സ്ത്രീയാണ് അയാൾ വീണ്ടും വിവാഹം കഴിച്ചത്. അതായത് സ്ത്രീകളുടെ വിഷയത്തിൽ വളരെ മോശം സ്വഭാവമാണ് ഇയാൾക്കുണ്ടായിരുന്നത്. ഈ ധർമ്മരാജിന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മലയടിവാരത്ത് ഒരു വലിയ വീടുണ്ട്. അതായത് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള വീട്. ആ വീടിന് പരിസരത്തായിട്ട് മറ്റു വീടുകളൊന്നും തന്നെ ഇല്ല. ധർമ്മരാജ് പൊതുവെ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ്. അതായത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള വളരെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പലിശ സഹിതം പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്ന സ്ത്രീകളെ അയാൾ നയത്തിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഈ പലിശയും അതുപോലെ തന്നെ എൻ്റെ പണവും എല്ലാം തന്നെ ഞാൻ ഒഴിവാക്കി തരാം, നീ എൻ്റെ കൂടെ ഒരു ദിവസം ഇരുന്നാൽ മതിയെന്ന് ഇങ്ങനെ പറഞ്ഞ് അയാളുടെ ആ വലിയ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകും. അതിനുശേഷം അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവർ പോലും അറിയാതെ അത് വീഡിയോ എടുത്ത് വയ്ക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ധർമ്മരാജിന്റെ വലയിൽ എല്ലാ സ്ത്രീകളും വീടില്ലെങ്കിൽ കൂടിയും ഒട്ടുമിക്ക വീട്ടമ്മമാരും അവസാനം അയാളുടെ അരികിലേക്ക് തന്നെ ചെല്ലും. വീട്ടമ്മമാരെ ഈ ഒരു കാര്യത്തിന് ശിവരാജിന്റെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഓട്ടോ ഡ്രൈവറും അതുപോലെ തന്നെ ഒരു സ്ത്രീയും ശിവരാജിന്റെ സഹായത്തിനുണ്ട്. ഈ ശിവരാജുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന 27 വീട്ടമ്മമാരുടെ വീഡിയോസ് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എങ്കിലും ഏകദേശം 68ഓളം വീട്ടമ്മമാരെ ഇത്തരത്തിൽ ശിവരാജ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മരാജ് വളരെയധികം പ്ലാനോടുകൂടിയാണ് ഈ ഒരു കാര്യം ചെയ്തു വന്നത്. അതായത് അയാളുടെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ വീട്ടിലേക്ക് ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീ നിലവിളിക്കുന്നത് പുറത്താരും തന്നെ കേൾക്കില്ല. മാത്രവുമല്ല ഇത്തരത്തിൽ ആ സ്ത്രീയെ കൊണ്ടുവരാനായിട്ട് ധർമ്മരാജിനെ സഹായിക്കുന്ന ആ സ്ത്രീ അവർ വെളിയിലുണ്ടാകും. അവരാണ് ഈ സ്ത്രീയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്, അതും ആ പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ കൂടെ. ധർമ്മരാജ് ഈ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ പോലും അറിയാതെ ഇയാളുടെ മൊബൈൽ ഫോണിലൂടെയാണ് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പകർത്തുന്നത്. എന്നിട്ട് അവർ വന്ന കാര്യമെല്ലാം കഴിഞ്ഞ് തിരികെ പോയതിനു ശേഷം അയാൾ ഈ വീഡിയോസ് കണ്ട് രസിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ 27ഓളം വീഡിയോസ് അയാൾ കളക്ട് ചെയ്ത് ആ വീഡിയോസ് എല്ലാം തന്നെ ഒരു മെമ്മറി കാർഡിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ആ മെമ്മറി കാർഡ് അയാൾ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം അയാളുടെ ഫോൺ ഹാങ് ആകുന്നു. മൊബൈൽ ഫോൺ ശരിയാക്കാൻ ധർമ്മരാജ് അവിടെ തന്നെയുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുക്കുകയും ചെയ്തു. മൊബൈൽ ഫോൺ നേരെയാക്കാൻ കൊടുത്ത സമയത്ത് ആ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് അത് അയാൾ ഊരിയെടുക്കാൻ മറന്നുപോയി.
മുന്ന എന്നു പേരുള്ള ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യനാണ് ഈ ധർമ്മരാജിന്റെ കയ്യിൽ നിന്ന് ഫോൺ ശരിയാക്കാൻ വാങ്ങിയത്. അയാൾ ആ ഫോൺ വാങ്ങിയ ശേഷം അതിൽ എന്തെല്ലാം ഉണ്ട്, വീഡിയോസ് എന്തെല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ തുടങ്ങി. ഇങ്ങനെ നോക്കിയ സമയത്താണ് ഈ 27 വീഡിയോസ് മുന്ന എന്ന വ്യക്തി കാണുന്നത്. അയാൾ ഈ വീഡിയോ എല്ലാം പരിശോധിച്ച സമയത്ത് അതിൽ തന്നെയുള്ള ഈ സ്ത്രീകൾ അത് ഈ പരിസരത്തുള്ള വീട്ടമ്മമാരാണെന്നും അവന് മനസ്സിലായി. അങ്ങനെ ഈ വീഡിയോസിന്റെ എല്ലാം കോപ്പി അവന്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം ധർമ്മരാജനെ വിളിച്ചു. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്, മാത്രവുമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടെ അവൻ ധർമ്മരാജനോട് പറഞ്ഞു. നിങ്ങളുടെ ഫോണിലുള്ള ഈ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടു. ഈ വീഡിയോസിനെ കുറിച്ച് മറ്റാരോടും പറയാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റാർക്കും ഈ വീഡിയോസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് 15 ലക്ഷം രൂപ തരണം എന്ന് അയാൾ ധർമ്മരാജനോട് പറഞ്ഞു. മുന്ന പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് ശിവരാജിന് മനസ്സിലായി. അയാൾക്ക് മറ്റു മാർഗമില്ലാതെ 15 ലക്ഷം രൂപ തരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ 15 ലക്ഷം രൂപ വാങ്ങാൻ നീ എന്റെ ഈ തനിച്ചുള്ള വീട്ടിലേക്ക് വരണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. പണം ലഭിക്കുമെന്ന സന്തോഷത്തിൽ മുന്ന വളരെ വേഗത്തിൽ ധർമ്മരാജന്റെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷെ അവിടെ ചെന്ന മുന്നയ്ക്ക് പണമല്ല ലഭിച്ചത്, പകരം തല്ലാണ്. ധർമ്മരാജ് മുന്നയെ തല്ലി അവശനാക്കി വിട്ടു. അതായത് മരിക്കുമെന്ന ഒരു അവസ്ഥ വരെ എത്തി. പക്ഷെ എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ നിന്നും അവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഓടി രക്ഷപ്പെട്ട് തന്റെ വീട്ടിലെത്തിയ മുന്ന വെറുതെ ഇരുന്നില്ല. തന്റെ കൈവശമുള്ള ആ വീഡിയോസ് എല്ലാം മുന്നയുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുത്തു. മുന്ന വീഡിയോസ് അയച്ചു കൊടുത്തതിലെ ഒരു ഫ്രണ്ട് ആ വീഡിയോസ് എല്ലാം ഒരു CD-യിലാക്കി. എന്നിട്ട് അത് 300 രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തു. പണം കൊടുത്ത് ഈ CD വാങ്ങിയ ആളുകളെല്ലാം തന്നെ ആ CD-യിലെ വീഡിയോസ് എല്ലാം കണ്ട സമയത്ത് അതിലുള്ള സ്ത്രീകളെല്ലാം ഈ ചുറ്റുവട്ടത്തിലുള്ളവരാണല്ലോ എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ വീഡിയോസിൽ കണ്ട സ്ത്രീകളെയൊക്കെ നേരിൽ കാണുന്ന സമയത്ത് ഈ വീഡിയോസ് കണ്ടവരെല്ലാം അവരെ കളിയാക്കാനും തുടങ്ങി. അങ്ങനെ വൈകാതെ ആ വാർത്ത ഗ്രാമം മുഴുവനും വളരെ വേഗത്തിൽ തന്നെ സ്പ്രെഡായി. പോലീസ് ഈ ധർമ്മരാജ് എന്ന ശിവരാജിനെയും അതുപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യനായ മുന്നയെയും അറസ്റ്റ് ചെയ്ത ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം അറിയാൻ സാധിച്ചത്. പോലീസ് ഈ ശിവരാജിനെയും മുന്നയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കംപ്ലൈന്റ് നൽകുകയാണെങ്കിൽ ഈ ഒരു കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകും എന്ന് പറഞ്ഞ് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാൻ ഉണ്ടോ എന്നൊരു ചോദ്യം പബ്ലിക്കായി പോലീസുകാർ ചോദിച്ചു. ഇത്തരത്തിൽ ചോദിച്ച സമയത്ത് 4 സ്ത്രീകൾ മാത്രമാണ് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തത്. ഈ സമയത്ത് ധർമ്മരാജിന്റെ രണ്ടാമത്തെ ഭാര്യയായ അനുരാധ ഇവർ ധർമ്മപുരി കളക്ടറുടെ മുന്നിൽ തന്നെ ചെന്നൊരു കംപ്ലൈന്റ് കൊടുത്തു. ഈ വീഡിയോയിലുള്ള വ്യക്തി എന്റെ ഭർത്താവായ ധർമ്മരാജ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. ശത്രുക്കൾ മനഃപൂർവ്വം അദ്ദേഹത്തെ നാണം കെടുത്താൻ ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നവർ പറഞ്ഞു. പക്ഷേ ശിവരാജിനെതിരായിട്ടുള്ള സാക്ഷികളും തെളിവുകളും എല്ലാം തന്നെ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. കൂടാതെ പോലീസ് ഓഫീസേഴ്സ് മറ്റെന്തെങ്കിലും തെളിവ് ലഭിക്കാനായി ഈ ശിവരാജിന്റെ തനിച്ചുള്ള വീട്ടിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചുമരുകളും ആ സ്ഥലത്തെ ഓരോ ഭാഗങ്ങളും എല്ലാം തന്നെ കൃത്യമായി വീടുമായി മാച്ചായി. ഇതോടുകൂടി ഈ വീട് തന്നെയാണ് അതെന്ന് പോലീസുകാർ ഉറപ്പിച്ചു. കൂടാതെ പോലീസുകാർ ആ വീട്ടിൽ നിന്നും ഒരുപാട് മരുന്നുകളും കണ്ടെടുത്തു. ഇത്തരത്തിൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള, കൂടുതൽ ഊർജം ലഭിക്കാനുള്ള മരുന്നുകളാണ് അവയെല്ലാം. അങ്ങനെ തെളിവുകളെല്ലാം ബലപ്പെടുത്തിയ ശേഷം പോലീസുകാർ ശിവരാജിനെ സഹായിച്ച ആ സ്ത്രീയെയും ഓട്ടോക്കാരനെയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ ചേർത്തു. അവസാനം സകല തെളിവുകളോടും കൂടി പോലീസുകാർ ശിവരാജിനെ കോടതിയിൽ എത്തിച്ചു. ഈ സമയം കോടതി ശിവരാജിന് വിധിച്ച ശിക്ഷ 4 വർഷത്തെ കഠിന തടവും കൂടാതെ 2.5 ലക്ഷം രൂപ പിഴയും ആണ്. ഈ വീഡിയോസ് എല്ലാം പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്ത മൊബൈൽ ടെക്നീഷ്യനായ മുന്നയ്ക്ക് ലഭിച്ച ശിക്ഷ 4 വർഷത്തെ തടവും 50,000 രൂപ പിഴയുമാണ്. ധർമ്മപുരിയിൽ ശിവരാജിന്റെ വീഡിയോസ് ഇപ്പോഴും ചില പോൺ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് കുറച്ച് ഡീറ്റെയിൽഡായി പറയുകയാണെങ്കിൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പണം ലഭിക്കുന്നത് പോലെ ഇത്തരത്തിൽ പോൺ വെബ്സൈറ്റിൽ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പണം ലഭിക്കും. നമ്മുടെ കാലഘട്ടത്തിൽ ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതുപോലുള്ള വീഡിയോസിനെല്ലാം നല്ല രീതിയിൽ വ്യൂസും ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഒരുപാട് പേരാണ് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മെയും ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താൻ പലരും ശ്രമിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചു മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുവരെയും വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ലൈക്ക് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ കൊണ്ടെത്തിക്കാനും ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കും അത് സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.